name of the Father, Son, and the Holy Spirit. Amen. Praise God, 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 praise God. നമ്മൾ സെയിൻറ്റ് എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് പ്രൈസ് ഓഫ് ഗ്ലോറി. ഞാൻ യേശുവിൻ്റെ പ്രൈസ് ഓഫ് ഗ്ലോറി, ലാറ്റിനിലാണ് പറഞ്ഞു വെച്ചിരിക്കണേ എന്ന് തോന്നുന്നു, ലോഡം ഗ്ലോറിയെ. അതാണ് എൻ്റെ വൊക്കേഷൻ എന്ന് വരെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആരംഭത്തിൽ ആ ഒരു പ്രൈസ് ഗാഡ്. എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റിയുടെ മലയാളത്തിലുള്ള ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കണേ മഹത്വ കീർത്തനം. ഇതിൽ നിന്ന് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഞാനൊരു മഹത്വ കീർത്തനമായിരിക്കും ദൈവത്തിൻ്റെ എന്നാണ് എലിസബത്തിൻ്റെ ദൈവവിളി എന്ന് പറയുന്നു. സിസ്റ്റർ എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി എന്നാണ് നമ്മൾ ഇപ്പോൾ അറിയാവുന്നുണ്ടെങ്കിലും ആ ജീവിതം ആരംഭിച്ചത് മുതലുള്ളത് നമുക്കെല്ലാവർക്കും, സിസ്റ്റേഴ്സിനെ മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും എങ്ങനെ ദൈവത്തിലേക്ക് വളരാം, ദൈവത്തോട് ഐക്യപ്പെടാം എന്നുള്ളതിനെല്ലാം ഒരു വലിയ ഉദാഹരണവും പ്രചോദനവുമാണ്. എലിസബത്ത് ഏതാണ്ട് 9 വയസ്സായിരിക്കുമ്പോഴാണ്, എലിസബത്ത് കേറ്റസ് 9 വയസ്സായിരിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുന്നതാണ് ആണ് എൻ്റെ ഓർമ്മ. അപ്പം ആ സമയത്ത് ഒരു ടീച്ചർ, കാറ്റഗിസം ടീച്ചർ, ദിവ്യകാരുണ്യത്തിന് ഒരുക്കുന്ന ടീച്ചർ പറഞ്ഞു കൊടുത്തു, എലിസബത്തിൻ്റെ അർത്ഥം അറിയൂ? എലിസബത്ത് എന്ന് വെച്ചാൽ അർത്ഥം ദ ഹൗസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭവനം എന്നാണ് എന്ന് ആ കൊച്ചു പ്രായത്തിൽ പറഞ്ഞു കൊടുത്തത് എലിസബത്തിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു പതിഞ്ഞു. അന്ന് തുടങ്ങി എലിസബത്തിൻ്റെ അനുഭവം എലിസബത്ത് തന്നെ വിവരിക്കുന്നു, ചരിത്രകാരന്മാർ വിവരിക്കുന്നു. പരിശുദ്ധ ത്രിത്വം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാസഗേഹമാണെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നതും എലിസബത്തിനെ വളരെ സ്പർശിച്ചു. ഇപ്പം സാധാരണയായിട്ട് എലിസബത്ത് ചിന്തിച്ചു തുടങ്ങി ഇപ്രകാരം, ദ ത്രീ എന്ന് പറയുന്ന പിതാവ്, പുത്രൻ, ആത്മാവ്, ദ ത്രീ ആർ ഇൻ കോൺഫറൻസ് ഇൻ മൈ ഹാർട്ട്. 3 പേരും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സമ്മേളനത്തിലാണ്. അതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ആ ചെറുപ്രായം തുടങ്ങി പരിശുദ്ധ ത്രിത്വത്തോട് കൺസൾട്ട് ചെയ്തെടുക്കാൻ പരിശീലിച്ചു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം. നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിലും സിസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്ന കാലത്തൊക്കെ പങ്കുചേരാവുന്ന ഒരു വലിയ അത്ഭുത രഹസ്യത്തിൻ്റെ ചിന്ത എന്ന് പറയാം. ദ ത്രീ ആർ ഇൻ കോൺഫറൻസ് ഇൻ മൈ ഹാർട്ട്, ഇൻ മൈ ലൈഫ്. 3 പേർ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സമ്മേളനത്തിലാണ്. അവരോട് ചോദിച്ചിട്ടേ ഞാൻ എന്ത് കാര്യവും തീരുമാനിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എലിസബത്ത് ഈ 3 പേരും സമ്മേളനത്തിലാണ് എന്നുള്ള അനുഭവത്തോട് ചേർന്ന് തന്നെ ഷി വാസ് നോൺ ആസ് എ സോൾ ഓഫ് സൈലൻസ്. അപ്പം 3 പേര് എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട്, ദൈവം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ഭവനമായതുകൊണ്ട് ബാക്കിയുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ഈ ദൈവം ചിന്തിക്കുന്നത്, അവർ 3 പേരും ചിന്തിക്കുന്നത് ഒക്കെ എൻ്റെ ചിന്തയിൽ വരണം, എൻ്റെ ഹൃദയത്തിൽ വരണം എന്നുള്ള ഒരു വലിയ എന്താ പറയുക, പ്രചോദനാത്മകവും ജീവത്തായതുമായ ഒരു ചിന്തയും ധ്യാനവുമൊക്കെ എലിസബത്തിനെ ഹഠാത് ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ഹോസേയ 2:14 പറയുന്നത് പോലെ ഏകാന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൃത്യമായി അവളോട് ഞാൻ സംസാരിക്കുമെന്ന് ദൈവം പറയുന്നത്
എലിസബത്തിൽ ചെറുപ്രായത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ദൈവം ഒരു സന്തത സഹചാരിയായി ഏകാന്തതയിൽ കൂട്ടിക്കൊണ്ടുപോയി ഹൃദ്യമായി ഈ ആത്മാവിനോട്, ഓരോ ആത്മാവിനോടും ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഹോസയ പ്രവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്. ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് അത് യഥാർത്ഥവുമാണ്. നമുക്കും ചിന്തിക്കാം, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ ആരാ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിയോട് ദൈവത്തിന് എത്രമാത്രം സ്നേഹമുണ്ടായിരിക്കുമെന്ന് എലിസബത്ത് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എ സോൾ ഓഫ് സൈലൻസ്, ഇപ്പോൾ കൂട്ടത്തിലാണെങ്കിലും ജനത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും എലിസബത്തിന് ഒരു പാരലൽ, ഒരു സമാന്തര ചിന്തയുണ്ട്. ഇതാ പിതാവും പുത്രനും ആത്മാവും എൻ്റെ കൂടെ എന്നോട് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത ചെറുപ്പത്തിൽ. ഇനി നമുക്ക് വലുപ്പമുള്ള ഒരു വലിയ പ്രവാചക ശ്രേഷ്ഠനെ എന്ന് പറയാം, അല്ലെങ്കിൽ സഭാസ്ഥാപകനെ, ചാവറ പിതാവിനെ എന്ന് ഓർക്കാം. അദ്ദേഹം ഇതിന് ഉപോത്ബലകമായി പറഞ്ഞു വയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടി, സിസ്റ്റേഴ്സിന് ആദ്യമായും മറ്റ് സകലർക്കും വേണ്ടി എന്താണെന്നോ പറഞ്ഞു വയ്ക്കുന്നത്. കണക്റ്റഡ് ആണ് രണ്ടും. ഈശോ മിശിഹായുടെ സ്നേഹത്തിൽ പാർപ്പിൻ, കൺമുൻപാകെ ഇരിപ്പിൻ, കൂടെ നടപ്പിൻ, നിരന്തരം സംസാരിപ്പിൻ. അത് നാലും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ ചിന്തയിൽ അതും നിൽക്കട്ടെ. ഈശോ മിശിഹായുടെ സ്നേഹത്തിൽ പാർപ്പിൻ. ഇത് തന്നെയാണ് എലിസബത്ത് ജനങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴും ഈ 3 പേരോടും സംസാരിക്കാനുള്ള വലിയ ദാഹത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വളർന്നു വരുംതോറും സങ്കീർത്തനം 1 പറയുന്നത് പോലെ തിന്മയായിട്ടുള്ള വാക്കുകളിൽ നിന്ന് മാറാൻ, ദൈവവചനം അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതിലേക്ക് കടന്നു നിൽക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ദൈവവചന ഭാഗം ഉണർന്നു നിൽക്കാനൊക്കെ എലിസബത്ത് ശ്രദ്ധിക്കുന്നു. സങ്കീർത്തകൻ 1 പറയുന്നത് ഇപ്രകാരമാണ്. ഏതാണ്ട് മൂത്തേട്ടനച്ഛൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയുന്നത്, അതും തിരുസഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. ദുഷ്ടന്മാരുടെ ഉപദേശം കേൾക്കാത്തവനും പാപിയുടെ വഴിയിൽ നടക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ചേരാത്തവനും ഭാഗ്യവാനാകുന്നു. അവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെ കാലാകാലത്ത് കായ്ക്കുകയും ഇല വാടാതെ പച്ചയായി നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ സന്തോഷം ദൈവനിയമത്തിലാകുന്നു. രാവും പകലും അവൻ ദൈവപ്രമാണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതമാകേണ്ടത്. അരുവിക്ക് അരികെ നട്ട വൃക്ഷം പോലെ കാലാകാലത്ത് കായ്ക്കുകയും ഇല വാടാതെ പച്ചയായി നിൽക്കുകയും, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ 12 മാസവും പുതിയ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെയാണ്. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള ആ അനുഭവത്തിലേക്ക് എലിസബത്ത് കേറ്റേഴ്സ് ചെറുപ്രായത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കുകയാണ്. ഒരു വലിയ ചെറിയ വിശുദ്ധ 26 വയസ്സിൽ മരിക്കും. അപ്പം അതിനിടയ്ക്കുള്ള ചില അനുഭവങ്ങളും കൂടി ചേർക്കാണ്. അപ്പോൾ എലിസബത്തിന് ഈ സൈലൻസിലേക്കുള്ള വിത്ഡ്രോവൽ എന്ന് പറയാം ഇംഗ്ലീഷിൽ, വലിച്ചിൽ, ചെറുപ്പത്തിലേ ഇതുകൊണ്ട് ദൈവം എന്നിൽ വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15 പല പ്രാവശ്യം പറയുന്നു. അതും കൂടെ കൂട്ടിച്ചേർത്ത് ചിന്തിക്കാം. ദൈവവചനത്തോട് വളരെ ബന്ധപ്പെട്ടതാണ് ഈ അനുഭവവും ചിന്തയും. അബൈഡ് ഇൻ മീ, ജീസസ് പറയണതാ. അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യേണ്ട, പല വിധത്തിൽ, പല വേരിയേഷൻസിനോട് കൂടെ. ജീസസിന് അങ്ങനെ വളരെ വേരിയേഷൻസിൻ്റെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്രിയേറ്റീവാണ്. അപ്പം അതെല്ലാം നമുക്ക് പറയാനിപ്പോൾ നേരില്ലേ. നിങ്ങൾ ആ ഭാഗം വായിക്കണം. 15-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം. എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കുക. അപ്പം ഈ ദൈവവചന ഭാഗമൊക്കെ വായിക്കുമ്പോൾ എലിസബത്തിന് ഈ അനുഭവം രണ്ടും കൂടി ചേരാണ്, സമാന്തരമായിട്ടും ഉൾച്ചേർന്നും വരുന്നു. ഒന്ന്, ഐ എം ദ ഹൗസ് ഓഫ് ഗോഡ്. മറ്റത് യേശു തന്നെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന്, പിതാവിൻ്റെ പുത്രൻ ചരിത്രത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന പോലെ, എന്നെയും ആകർഷിക്കുന്ന പോലെ പറയുന്നു, എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കാം. രണ്ടും അവിടെ പെട്ടു. ജീസസ് ഇസ് മൈ ഹൗസ് ആൻഡ് ഐ എം ദ ഹൗസ് ഓഫ് ജീസസ്. എത്രയോ
സ്നേഹാർഹമായ ചിന്തയല്ല, അനുഭവം, വാഗ്ദാനം. യേശുവാണ് വാഗ്ദാനം ചെയ്യുന്നത്. സത്യവും സ്നേഹവുമായ യേശു. ഐ എം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വഴിയും സത്യവും ജീവനുമാണെന്ന് ഉദ്ഘോഷണം ചെയ്ത ദൈവപുത്രനായ യേശു പറഞ്ഞതാണ് ഈ വാക്ക്. അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ. അപ്പോൾ എലിസബത്ത് ഇങ്ങനെ ദിവസം ചെല്ലും തോറും ഇതിലേക്ക് ആഴപ്പെട്ടു. രണ്ട് കാര്യം ഒപ്പം ആഴപ്പെടുകയാണ്. ഒന്ന്, സാധാരണ തരത്തിലുള്ള വർത്തമാൻ പാഴ്വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം മാറുന്നു, വിത്ഡ്രോ ചെയ്യുന്നു. സൈലൻസിൽ ഒരു പ്രത്യേക തരം സൈലൻസ് അനുഭവപ്പെടുന്നു. അതിന് വലിയ ദൈവശാസ്ത്രജ്ഞന്മാരിങ്ങനെയൊക്കെ പറയും. എലിസബത്തിനെ കുറിച്ച് തന്നെ വലിയ പുസ്തകം എഴുതിയ ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്, M.M. ഫിലിപ്പോൺ OP. അദ്ദേഹം പറയുകയാണ്, ഈ സൈലൻസിന്, എലിസബത്തിൻ്റെ സൈലൻസിന് ഒരു പ്രത്യേക വാക്കും കൂടെ കൂട്ടിച്ചേർക്കണം. സൈലൻസ് നമ്മളെല്ലാം പറയുന്നത്, ഈവൻ പ്രവാചകന്മാർ പറയുന്നത്, അതോടുകൂടെ ഈ വാക്കും കൂടി അറ്റാച്ച് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. സീക്രട്ട് സൈലൻസ്, ഡിവീനം സൈലൻസ്, ഡിവൈനായിട്ടുള്ള സൈലൻസ്. സീക്രട്ട് സൈലൻസ്, ഡിവൈൻ സൈലൻസ്. കാരണം എന്താണ് സൈലൻസ്, മൗനം, ഏകാന്തം സാന്ദ്രീകരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്ദ്രീകരണവും കൂടെ വരുന്നതുകൊണ്ട്. ഇപ്പം രണ്ടും ജോയിൻ ചെയ്ത് എലിസബത്ത് കേറ്റസ് സിസ്റ്റർ ആവുന്നതിന് മുൻപ് തന്നെ നമ്മളെ ആകർഷിക്കുകയാണ്. ഇപ്പോൾ ഒരു 10, 17, 18 അതിന് മുൻപൊക്കെ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മയാണ് കൂടെയുള്ളത്. അപ്പോൾ അമ്മയോട് കുറച്ച് ഒരു 18 വയസ്സൊക്കെ ആവുമ്പോൾ പറയാണ്, ഐ മസ്റ്റ് ജോയിൻ കാമൽ, എനിക്കൊരു സിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ അമ്മയ്ക്ക് മകളെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പ്രയാസം. പല അമ്മമാർക്കും അങ്ങനെയുണ്ട്, പല അപ്പച്ചന്മാർക്കും അങ്ങനെയുണ്ട്. പക്ഷേ കുറച്ച് സമയമെടുത്തു എലിസബത്തിൻ്റെ അമ്മ വിട്ടുകൊടുക്കാൻ. അപ്പം എന്ത് ചെയ്തു എലിസബത്തിൻ്റെ അമ്മ? അവർ വെസ്റ്റേണേഴ്സ് ആണല്ലോ, ഡാൻസ് അങ്ങനെ കപ്പിൾ പാർട്ട്നേഴ്സായിട്ടുള്ള ഡാൻസിനൊക്കെ ആയിട്ട് അവൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വേഗം പോകാൻ പറയും, അല്ലെങ്കിൽ അതിനുള്ള ഇൻവിറ്റേഷൻസ്. അങ്ങനെ ആരെങ്കിലുമായിട്ട് സ്നേഹമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടാൻ വേണ്ടി അമ്മ തന്നെ, നല്ല ആളുകളൊക്കെ ആയിട്ടാണ് ബന്ധമുള്ളത് അവരുടെ ഫാമിലികൾക്ക്, അവരൊക്കെയാണ് ഇങ്ങനെയുള്ള ഡാൻസിന് ഒരുമിച്ച് കൂടുക. അപ്പോൾ അതേ കൾച്ചർ, അതേ ഒരു പ്യൂരിറ്റി ഒക്കെയുള്ള ഫാമിലീസാണ്. എങ്കിലും കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ നമുക്ക് ചില തെറ്റുകളൊക്കെ വരികയും ചെയ്യാം. അതുകൊണ്ട് അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അമ്മയോട് കുറച്ചൊക്കെ റിലക്റ്റൻസ് കാണിച്ചാലും അമ്മയെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞുകൂടാ, സാഹചര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി എലിസബത്ത് പോകും. എങ്ങനെ? സ്വന്തം മുറിയിൽ കടക്കും. അവിടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു രൂപം യേശുവിൻ്റെയും ക്രൂശിതനായ യേശുവിൻ്റെയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബിക്കോസ് ഷീ ഫെൽറ്റ് ഷീ ബിലോങ്സ് ടു ദ ട്രിനിറ്റി, ആ ത്രിത്വം എന്ന് തന്നെ ചെറുപ്രായത്തിൽ ഫീൽ ചെയ്തതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടാണ് പോകുക എന്ന് ബയോഗ്രഫീസ് വ്യക്തമാക്കുന്നു. ഇങ്ങനെയാണ്, പരിശുദ്ധ ത്രിത്വം, പിതാവേ, യേശുവേ, ആത്മാവേ, ഞാനിതാ ഒരു ഡാൻസിന് പോകാണ്, യുവാക്കളുടെ ഡാൻസിന് പോകുന്നു. പക്ഷേ തിരിച്ചു വരുന്നത് വരെ ഒരു തെറ്റായ ചിന്ത പോലും വികാരങ്ങളിലൊന്നും കടന്നു വരാതിരിക്കാനായിട്ട് എന്നെ കാത്തു പാലിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ സ്വതസിദ്ധമായ ഭാഷയിൽ ഹൃദയാഘാതത്തിൽ നിന്ന് റൂമിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വം സംരക്ഷിക്കുന്നുണ്ട്. കാരണം ചോദിക്കുവിൻ, നിങ്ങൾക്ക് തരപ്പെടും എന്നാരാ പറഞ്ഞത്? യേശു തന്നെ പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ തരാത്ത പിതാവോ പുത്രനോ ആത്മാവോ ഇല്ല. അങ്ങനെ പോയി സാധാരണ തരത്തിൽ ഡാൻസൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ റൂമിൽ കയറിയ എലിസബത്ത്, നന്ദി പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, ആത്മാവായ ദൈവമേ, അതിനേക്കാളും ഇൻറ്റിമേറ്റ് ടേംസും ഉപയോഗിച്ച് എലിസബത്ത് പറയും, നന്ദി കേട്ടോ, പാപത്തിൽ വീഴാതെ, പാപകരമായ ചിന്തകൾ തരാതെ ഈ സന്ദർഭത്തിലും എന്നെ കാത്തുപാലിച്ചത്. അങ്ങനെ കുറച്ചു കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം എലിസബത്ത് 19-20 വയസ്സാകുമ്പോൾ പറയാണ് അമ്മയോട്, അമ്മേ ഇനി സമയമായി. കൊച്ചു ത്രേസ്യ അതിനേക്കാളും ചെറുപ്പത്തിൽ അപ്പനോട് ഒരു പ്രത്യേക, അപ്പന് ഉള്ള അത്രയും സ്നേഹിക്കപ്പെട്ട പുത്രിയാണ്. അപ്പോൾ ലാസ്റ്റ് പറയുന്ന വാക്കാണ് എലിസബത്തിൻ്റെ കൊച്ചു ത്രേസ്യയുടെ ഫാദർ പെട്ടെന്ന് ഡാഡി വേഗം മനസ്സിലാക്കുന്നുണ്ട്, വളരെ ദൈവത്തോട് അടുപ്പമുള്ള ഒരു ഇപ്പോൾ വിശുദ്ധനാണ് അറിയുന്നത് കൊണ്ട്
ഇപ്രകാരമാണ് കൊച്ചു ത്രേസ്യയും പറയുന്നത്, പപ്പ, ജീസസ് ഇസ് കോളിങ് മീ, ഐ കനോട്ട് റെസിസ്റ്റ് എനിമോ. ഇതാ ഈശോ എന്നെ വിളിക്കുന്നത്, അത്ര വശീകരിക്കുന്ന വിളി, ഇനി എനിക്കിന്നെ രസിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പച്ചനോട്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് പറയാണ്. അപ്പോൾ അപ്പച്ചൻ വേഗം അവളുടെ കൂടെ റൂമിലേക്ക് ഇങ്ങോട്ട്, തോട്ടത്തിലായിരുന്നു, അവിടെ നിന്ന് കയറി വരും. എന്നിട്ട് പറയും, എൻ്റെ കൊച്ചുറാണി എന്നാ പറയാം, എൻ്റെ കൊച്ചുറാണി എന്ന് പറഞ്ഞിട്ട് ഒരു പുഷ്പം എടുത്ത് ഇങ്ങനെ പറിച്ച് കാണിച്ചു കൊടുക്കാണ്. നിന്നെ കർമ്മലയിലേക്ക് കർത്താവ് പറിച്ചു നടാൻ പോണല്ലേ. ഇപ്പോൾ ഒരർത്ഥത്തിൽ കൊച്ചു ത്രേസ്യയുടെ പപ്പ വേഗം അതിലേക്ക് വഴങ്ങുന്നൊരു ഭാഗം നമ്മൾ കാണുന്നു. എന്തായാലും എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റിയുടെ അമ്മ ഏകയായിരുന്നത് കൊണ്ടായിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ ആ പ്രയാസത്തിൽ കുറച്ച് റിലക്റ്റൻസ് കാണിച്ചെങ്കിൽ അവസാനം എലിസബത്തിൻ്റെ ആകർഷണത്തിൻ്റെ ആഴം മനസ്സിലാക്കി സമ്മതിക്കുന്നു. അങ്ങനെ എലിസബത്ത് ഗ്രേറ്റ് കാർമൽ, മിണ്ടാമഠം എന്നൊക്കെ നമ്മൾ പറയും, അവിടെ ചേരുകയാണ്. അവിടെ ചേരുമ്പോൾ ഇങ്ങനെ ഒരു ട്രഡീഷനിൽ പറയുന്നുണ്ട്, ഈ ചരിത്രകാരൻ തന്നെ എലിസബത്തിൻ്റെ റൂം കൊടുക്കും, അവനവൻ ഉപയോഗിക്കാനുള്ള റൂം. അവിടേക്ക് കയറുമ്പോൾ എലിസബത്ത് കേൾക്കുന്നു എന്നാണ് പറയുന്നത്, ഹിയർ ഇസ് ട്രിനിറ്റി. അതായത് ഈ റൂമും ഈ കന്യകാമഠത്തിൽ നിനക്കിപ്പോൾ വീട്ടിലെ ആ റൂം എപ്പോഴും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആയിട്ട് കാത്തുപോകുന്നു. അതുപോലെ ഈ കന്യകാമഠത്തിൽ നൽകുന്ന ഈ മുറിയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെയാണെന്ന് എലിസബത്ത് ആന്തരികമായ ഒരു ശബ്ദം കേട്ടുവെന്നാണ് പറയുന്നത്. നമുക്ക് അത്ഭുതമില്ല, കാരണം ഓൾറെഡി ആന്തരികമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ ശബ്ദായമാനമായി എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എലിസബത്ത് ഈ സൈലൻസിൽ, ഈ കോൺവെൻറ്റിൽ വന്നതിന് ശേഷമുള്ള സൈലൻസിൻ്റെ ഭാഗം കൂടി ഒന്ന് പ്രത്യേകമായി ഇത് മാത്രമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ ഏകാന്തതയ്ക്കൊരു വലിയ അർത്ഥമുണ്ട്. അത് വീട്ടിലായാലും കുഞ്ഞുങ്ങളായാലും സിസ്റ്റേഴ്സായാലും അതിലേക്കുള്ളൊരു വളർച്ച. അതിനെപ്പറ്റി എനിക്കൊരു പ്രത്യേക ബോധ്യം വന്നത് കുറച്ചു കാലം മുമ്പാണ്. ബോംബെയിൽ ഒരു കാരിസ്മാറ്റിക് കൺവെൻഷന് പോകുമ്പോൾ ഒരു ചേർച്ച് 10-20 വയസ്സായ സ്റ്റുഡൻസാണെന്ന് തോന്നുന്നു, ചിലർ ജോലിയുള്ളവരുണ്ട്, കുറേ പേര് കമന്നടിച്ച് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ചാപ്പൽ അങ്ങനെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്, ചേർച്ചാണ്, ഒരു ചേർച്ചാണ്. അവിടെ പലരും കമന്ന് കിടന്നു 1 മണിക്കൂറോളൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനിങ്ങനെ അതിന് പരിചയമുള്ള കസിൻസ് എൻ്റെ കൂടെയുണ്ട്, അവരോട് ചോദിച്ചു, ഇതൊരു നല്ല കാഴ്ചയാണല്ലോ, യുവാക്കന്മാരധികം അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻസ് പറഞ്ഞു തരായിരുന്നു, സിസ്റ്റർ 19 വർഷം മുമ്പാണ്, അപ്പോൾ അതൊക്കെ തുടർന്ന് കാണണം, ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു പലരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് സിസ്റ്റേഴ്സിന് മാത്രമുള്ളൊരു ഭാഗമല്ലെന്ന് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അവർ പറയായിരുന്നു, ഇതിൽ കുറച്ച് പേര് പഠനവും ജോലിയും കൂടെ നടത്തുന്നവരാണ്. അവർക്ക് ഏറ്റവും നല്ല സമയം ഉച്ച നേരത്തെ അവർക്ക് 1 മണിക്കൂറൊക്കെ ഇൻ്റർവെൽ ഉണ്ടായിരിക്കില്ല, 1.5 മണിക്കൂർ. അവരെല്ലാവരും തന്നെ ദൈവവചനം വായിക്കാൻ പഠിച്ചവർ. മിക്കവാറും ജീസസ് യൂത്തുണ്ട്, കപ്പിൾസ് ഫോർ ജീസസ്, അങ്ങനെ പല ഘട്ടങ്ങളിലുള്ളവരുണ്ട്. പലർക്കും മിക്കവാറും എല്ലാവർക്കും തന്നെ സ്പിരിച്വൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ 1 മണിക്കൂർ കർത്താവുമായിട്ട് ബന്ധത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥനയും ധ്യാനവും നടത്തുന്നവരാണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ബാക്കി സമയങ്ങളൊക്കെ അവരുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ വായിക്കാൻ വേറെ സമയമുണ്ട്, പക്ഷേ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിന് ഏകാന്തമായി യേശുവിന് സമർപ്പിച്ച് വിട്ടുകൊടുക്കാൻ, സ്വരം ശ്രദ്ധിക്കാൻ, പിതാവിൻ്റെ സ്വരം, ആത്മാവിൻ്റെ സ്വരമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയം ഈ ഉച്ച സമയം 1 മണിക്കൂർ. അതെങ്ങനെ അഷ്ടാംഗ പ്രണാമം നമ്മൾ പറയും, ആകെ കമന്ന് അടിച്ചു കിടന്ന് വേറൊരു ശ്രദ്ധയുമില്ലാതെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്ന യുവാക്കന്മാരെയാണ് ഞാനത് കണ്ടത്. നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ളത്, ഇന്ന് ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ബൈബിൾ നഴ്സറി തുടങ്ങിയൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്, ഷോർട്ട് ടൈമായിട്ട് ലോങ് ടൈമായിട്ട്. അതുകൊണ്ട് ഈ ഏകാന്തതയിലേക്കുള്ള വിളി, ഏകാന്തതയിലേക്ക് ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ അത്രയ്ക്കും ഹൃദ്യമാണ്, അത്രയ്ക്കും ആകർഷകമാണ് എന്ന് അല്പം പരിചയിച്ച, ഓമനത്വത്തിൽ പരിചയിച്ച കുഞ്ഞുങ്ങളും പിന്നീട് പ്രായമാകുമ്പോഴൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കാലഘട്ടമാണിത്. ഒരു വശത്ത് വളരെ തിന്മകളുണ്ടെങ്കിലും മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ, യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ അത്ഭുതങ്ങൾ,
പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ യേശു എല്ലാ ആത്മാക്കളെയും, കുഞ്ഞുങ്ങളെ, കൗമാരപ്രായത്തിലുള്ളവരെ, യുവതീ യുവാക്കളെ, മാതാപിതാക്കളെ, ഒരു വശത്ത് കുടുംബങ്ങളെ, മറുവശത്ത് സിസ്റ്റേഴ്സിനെ, പുരോഹിതരെ, സമർപ്പിതരെ ഒക്കെ ഈ വലിയ സ്നേഹത്തിൻ്റെ ഏകാന്തതയിലേക്ക്, സ്നേഹത്തിൻ്റെ അനുഭവം തരാനായിട്ട്, വിശുദ്ധിയുടെ അനുഭവം തരാൻ, ജ്ഞാനത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ലഭിക്കാനായിട്ടൊക്കെ വിളിക്കുന്ന അവസരമാണ്. ആന്തരികമായ നമ്മുടെ കാതുകൾ ശ്രവിക്കണം, ശ്രവണം വേണം. അപ്പോൾ ആദ്യഘട്ടത്തിൽ എലിസബത്ത് തന്നെ വ്യക്തമാക്കും, വീണ്ടും മറ്റുള്ളവരോടും വ്യക്തമാക്കും. കാരണം അത്രയ്ക്ക് ജ്ഞാനം ഈ ചെറിയ സിസ്റ്ററിനുണ്ടെന്ന് മനസ്സിലാക്കി പലരും ആളുടെ അടുത്ത് ഒരു ഉപദേശം ചോദിക്കാനൊക്കെ ചെല്ലും, സിസ്റ്റേഴ്സ് തന്നെ. അപ്പോൾ വളരെ വ്യക്തമാക്കുന്നു, ജീവചരിത്രത്തിലൂടെ നമുക്ക് പഠനങ്ങളിലൂടെ എല്ലാം അറിയാം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു വലിയ ആവശ്യമായിരിക്കും. കാഴ്ച, കേൾവി, സ്പർശനം, ഘ്രാണം, രുചി. ആദ്യം ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. നമുക്കത്രയും പറഞ്ഞാൽ മനസ്സിലാകും എന്താണ് ആ നിയന്ത്രണം എന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് കാണുക. നമുക്കത് വേഗം യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, 30-ാം അധ്യായം 21-ാം വചനം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറയുന്ന ഒരു ശബ്ദം നിങ്ങളുടെ കാതുകളുടെ പിറകിൽ കേൾക്കും. അപ്പോൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് പറയണം, എന്ത് രുചിക്കണം, എന്ത് ഘ്രാണനം ചെയ്യണം എന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന വിധം നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കാൻ ഒരാഹ്വാനമാണ് ചെറുപ്പമായ എലിസബത്തിൻ്റെ ജീവിതവും സിസ്റ്ററായി കഴിഞ്ഞിട്ടുള്ള ജീവിതവും. അപ്രകാരമുള്ള വലിയ ഏകാന്തതയിലേക്ക് കടക്കുവാൻ, എന്തിനു വേണ്ടി? ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുവാൻ നമുക്കൊക്കെ ശ്രമിക്കാം. കുഞ്ഞുങ്ങൾക്കും കൗമാരപ്രായക്കാർക്കും യുവതി യുവാക്കൾക്കും കുടുംബ ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും സിസ്റ്റേഴ്സിനും പുരോഹിതന്മാർക്കും എപ്പോഴും ആ പരിശീലനത്തിലാണ്. അതുകൊണ്ട് പ്രത്യേകം അവരെ എടുത്തു പറയാതെ എങ്കിലും അവർക്ക് അതോടൊപ്പം ആത്മീയമായ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വരുന്നു. നമ്മുടെ എല്ലാ ശക്തികളും ഇപ്രകാരമാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുക. എല്ലാ ആത്മീക ശക്തികളും, ബുദ്ധി, ഓർമ്മ, മനസ്സ്, ഇവയെല്ലാം ദൈവത്തിൽ കേന്ദ്രീകൃതമാകുന്നു. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ മാത്രം എൻ്റെ തീരുമാനങ്ങൾ. എൻ്റെ സ്വന്തമായ ഒരു തീരുമാനമില്ലാത്ത ഒരു പ്രത്യേക ദിവ്യമായ അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം കടക്കുന്നു. ഇപ്പം എലിസബത്ത് വീട്ടിലായിരുന്നപ്പോൾ തന്നെ, കുട്ടിയായിരുന്നപ്പോൾ, യുവതിയായിരുന്നപ്പോഴും പറഞ്ഞത് എന്താ? I enter my room, I enter my heart to consult the three. 3 പേരോട് എൻ്റെ തീരുമാനങ്ങളും ചിന്തകളും ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. അതതിന് ശേഷവും. അപ്പോൾ വിവാഹിതരാകുന്നതിന് മുൻപ് വിവാഹത്തിലേക്കുള്ള ചിന്തകളെ എല്ലാം, അല്ലെങ്കിൽ പാർട്ട്ണറെ ആര് വേണം, എന്ത് വേണം, എങ്ങനെയുള്ളത്, സൗന്ദര്യവും കീർത്തിയും എല്ലാം മാറ്റിവെച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിശേഷ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദൈവം എനിക്കായി കൽപ്പിച്ചിരിക്കുന്ന വരൻ ആരാണ്, വധു ആരാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള വലിയ ചിന്തകളിലേക്ക് നമ്മെ എലിസബത്ത് തന്നെ പ്രത്യേകിച്ച് പ്രചോദിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ആരെ, അപ്പച്ചനെ അമ്മച്ചിനെ അനുസരിക്കേണ്ട കാര്യം? ദൈവം, ഈശോ എൻ്റെ ഹൃദയത്തിൽ എന്ത് പറയുന്നു, ആത്മാവ് എന്ത് പറയുന്നു, പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെല്ലാം ചിന്തിച്ചും മനസ്സിലാക്കിയും സ്നേഹത്തിൻ്റെ വലിയ ഒരു ഒഴുക്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്ന കാലം. കൗമാരപ്രായത്തിലാണെങ്കിലോ വികാരങ്ങൾ വളരുന്നു, ശരീരം വളരുന്നു. അതിലെല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കന്മാരും പലതും അപ്പോൾ നിങ്ങളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു.
അതും ദൈവവചനവുമൊക്കെ വെച്ച് വായിച്ച് മനസ്സിലാക്കി എൻ്റെ ഈ ഒരു കൗമാര ജീവിതം, വളർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ കൊച്ചു ജീവിതം എപ്രകാരം ഞാൻ ഉപയോഗിക്കണം, ഏതവസ്ഥയിലേക്ക് എൻ്റെ ദൈവം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം കുറച്ച് സമയം ബാക്കി എല്ലാ കാര്യത്തിൽ നിന്നും മാറി ഈ വലിയ സേക്രഡ് സൈലൻസിൽ, ദൈവവചനം ഉദ്ദീപ്തമാകുന്ന ഡിവൈൻ സൈലൻസിൽ ഓരോ കുഞ്ഞും കൗമാരപ്രായം യുവതിയും യുവാക്കളും ദമ്പതികളും മാതാപിതാക്കളും അല്പനേരം മാറി നിന്ന് ദൈവത്തോടുകൂടെ ചിന്തിച്ച് സേക്രഡ് സൈലൻസ്, അതിൽ ദൈവം സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളാണ് പഠിപ്പിക്കുക. ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കും ഉപകാരപ്രദമായിരിക്കും. അവരെ സുഖപ്പെടുത്തുന്നത്, അവരെ ശാന്തരാക്കുന്നത്, അവരെ വീണ്ടും അവരോട് ക്ഷമിക്കുന്നത്, അവരെ വീണ്ടും പടുത്തുയർത്തുന്നത്, അവരെ വീണ്ടും സമാധാനത്തിലേക്ക് ഉണർത്തുന്നത്. ഇപ്രകാരമുള്ള ഒരു മൗനത്തിലേക്ക് എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനി പ്രത്യേകിച്ചൊരു ഭാഗം കോൺവെൻറ്റുകളിൽ ആയിരിക്കുന്നവർക്ക് കൂടെ, അല്ലെങ്കിൽ മൊണാസ്ട്രറികളിലായിരിക്കുന്നവർക്ക്. എലിസബത്ത് ഇങ്ങനെ മിണ്ടാമഠത്തിലാണ് പ്രവേശിച്ചത്. അതിൽ കൂടുതലൊരു സൈലൻസ് നമ്മൾ സാധാരണ ചിന്തിക്കില്ല. പക്ഷേ എലിസബത്തിൻ്റെ ചരിത്രത്തിൽ കാണുകയാണ്. കാര്യം മിണ്ടാമഠക്കാർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും അങ്ങനെ വീണ്ടും ഒരു കോട്ടേജിൽ പ്രവേശിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. പക്ഷേ ദൈവം വലിയ മൗനത്തിലേക്ക്, ദൈവമൗനത്തിലേക്ക് ആകർഷിക്കുന്നവർക്ക് കോട്ടേജസ് എന്ന് പറയും, കോട്ടേജസ് ഓഫ് സൈലൻസ്. അവർ ഈ ആകെ ഒരു നൈറ്റ് റെക്രിയേഷനൊക്കെയാണ് അവർക്കുണ്ടായിരിക്കുക. മറ്റതൊക്കെ ദൈവത്തോടുള്ള പ്രാർത്ഥന, സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം, അതിനൊക്കെ ആകർഷണമുള്ളവരാണ് ഈ വലിയ സൈലൻറ്റ് ഗ്രേറ്റ് കാർമലിൽ ചെന്ന് ചേരുക. അധികം സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവില്ല, 10-12 പേരൊക്കെയാണ് ഒരു കോൺവെൻറ്റിൽ. അത്രയും സൈലൻസാണ്, ഒരു ഡിവൈൻ സൈലൻസ്. പക്ഷേ എലിസബത്തിന് ഇതുപോലെ ഒരു വിളി ഉള്ളത് കൊണ്ട് എലിസബത്ത് മറ്റവരെ മനസ്സിലാക്കും, അവർക്ക് അതിന് ഫ്രീഡം ഉണ്ട്. പറയും ഏത് ഇമ്പോർട്ടൻ്റ് നൊവീന, ഫോർ എക്സാമ്പിൾ സീക്രട്ട് ഹാർട്ടിൻ്റെ ഫീസ്റ്റ് വരുന്നു, അമലോത്ഭവ മാതാവിൻ്റെ ഫീസ്റ്റ് വരുന്നു, ട്രിനിറ്റിയുടെ ഫീസ്റ്റ് വരുന്നു, ഉയർപ്പിൻ്റെ ഫീസ്റ്റ് വരുന്നു. എലിസബത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, മറ്റുള്ളവർ അത് സ്വീകരിക്കുകയും ചെയ്തു. ചെറുപ്പം സിസ്റ്ററായാലും ഇതാണ് പറയുക, ഐ എം മേക്കിംഗ് മൈ നൊവീന ഓഫ് സൈലൻസ്. 9 ദിവസം പൂർണ്ണമായും മൗനമായിട്ട് പരിശുദ്ധ ത്രിത്വത്തോടു കൂടി ആയിരിക്കാൻ ഞാൻ മൗനത്തിൻ്റെ ഏകാന്തതയുടെ നൊവേന എന്ന് വെച്ചാൽ ഈ 9 ദിവസവും വേറെ ആരോടും സംസാരിക്കാതെ, ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ, അവരുടെ ഹൗസിനോട് ബന്ധപ്പെട്ട് തന്നെ സുരക്ഷിതമായ കോട്ടേജ് ഓഫ് സൈലൻസ് എന്ന് പറയും. ഭക്ഷണം അവിടെ കൊണ്ടുകൊടുക്കും, അവർക്കുള്ള ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ നടത്താനുള്ള എല്ലാ സ്ഥലങ്ങളും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ 9 ദിവസവും ആരോടും ഒന്നും മിണ്ടാതെ, ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സർഗാത്മകമായി സംസാരിക്കുന്ന 9 ദിവസങ്ങൾ, പല ഘട്ടങ്ങളിലായി 1 വർഷം. ഈ സമയത്തൊക്കെ ദൈവം വളരെയധികം രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ എലിസബത്തിന് വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആകെ എൻ്റെ വിചാരം വളരെ കുറച്ച് വർഷമാണ് അവിടെ താമസിച്ചത്. 26 വയസ്സാവുമ്പോഴേക്കും എലിസബത്ത് മരിക്കുന്നു, വിശുദ്ധയാകാണ്. ഈ മൗനത്തിന്, ഏകാന്തമായി ദൈവത്തിലേക്ക് അടുക്കുന്നതിന് അങ്ങനെ ഒരു വലിയ ശക്തിയുണ്ടെന്നാണ് എലിസബത്തിൻ്റെ, കൊച്ചു ത്രേസ്യ ആത്മീക ശൈശവത്തിൻ്റെ വിശുദ്ധയാണെങ്കിൽ, സ്നേഹത്തിൻ്റെ എന്ന് പറയാം, സ്നേഹവിജ്ഞാനീയത്തിൻ്റെ വിശുദ്ധയാണെങ്കിൽ, എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി ദൈവിക ഡിവൈൻ സൈലൻസിൻ്റെ ദൗത്യത്തോടു കൂടിയുള്ള ഒരു വിശുദ്ധയാണ്. ചെറിയ കാര്യം കൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയും. ഞാൻ കോൺവെൻറ്റിൽ ചേരുമ്പോൾ ആദ്യം കിട്ടുന്നൊരു ചെറിയ ബുക്കുണ്ട്, ഒരു പ്രാർത്ഥനാ പുസ്തകം പോലെ 10-20 പേജ് അല്ലെങ്കിൽ 30 പേജ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു, പക്ഷേ ദൈവം അതൊരു സ്പിരിച്വൽ ഡിറക്ഷൻ പോലെ എൻ്റെ കയ്യിൽ കൊണ്ടുവച്ച് തന്നു. ഓരോ വാചകം വായിച്ചു കഴിയുമ്പോഴേ എൻ്റെ ആ ചെറുപ്പമായ സന്യാസത്തിലെ ശൈശവകാലത്ത് അറിയാതെ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ദൈവിക ഏകാന്തതയിലേക്ക് വഴുതി വീഴുമായിരുന്നുവെന്ന് ഞാൻ ജീവിതകാലം മുഴുവൻ ഓർത്തു എന്ന് മാത്രമല്ല, അതുകൊണ്ട് പലപ്പോഴും എനിക്ക് സൈലൻസ് കൂടുതൽ എടുക്കാവുന്ന ഘട്ടങ്ങളിലെല്ലാം എൻ്റെ ഈ CMC കർമ്മല ജീവിതത്തിൽ അതിനും ഞങ്ങൾക്ക് ഫ്രീഡം തരാറുണ്ട്. എനിക്ക് ഫ്രീഡം തന്നു. പ്രിൻസിപ്പളായിരിക്കുമ്പോൾ കുറേ സമയം എടുക്കാൻ പറ്റാത്തപ്പോഴും ഞാൻ കണ്ടുപിടിച്ചു സമയം, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അതെനിക്ക് വലിയ എൻ്റെ ആത്മീക ജീവിതത്തിൽ ദൈവിക സമ്പർക്കത്തിന് വലിയ ശക്തിയായി ഭവിച്ചു എന്നുകൂടി പറഞ്ഞത്. സോൾ ഓഫ് സൈലൻസ് എന്നാണ് ആദ്യം പറയുന്നത്.
എലിസബത്ത് ഓഫ് ദ ട്രിനിറ്റി ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് ദൈവിക സൈലൻസും ദൈവഭവനമാകാനുള്ള, ദൈവത്തിൽ വസിക്കാനുള്ള അനുഗ്രഹവും ദൈവഭവനമാകാനുള്ള അനുഭവവും. നാം ഇന്ന് ആ വലിയ അനുഗ്രഹം ഒരു നിമിഷം യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുന്നു. ആബാ ഫാദർ, precious Jesus, Holy Spirit, give me this grace. ഈ വലിയ മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും അനുഭവം, അതോടൊപ്പം അങ്ങയിൽ വസിക്കാനും അങ്ങ് എന്നിൽ വസിക്കാനുമുള്ള ആ വലിയ ദൈവിക സംസർഗത്തിൻ്റെ അനുഭവം, ഞാൻ ആയിരിക്കുന്നിടങ്ങളിലെല്ലാം സമാധാനത്തിൻ്റെ ആഴങ്ങളിലായിരിക്കാനുള്ള അനുഭവം, ദൈവികമായി സ്നേഹിക്കാനുള്ള, മാനുഷികമായും ദൈവികമായും സ്നേഹിക്കാനുള്ള വലിയ ശക്തി, ഇതെല്ലാത്തിനും എനിക്ക് അനുഗ്രഹം നൽകണമേ. അമ്മേ മാതാവേ സഹായിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ കൂടെയായിരിക്കണമേ. In the name of the Father, Son and the Holy Spirit. Amen.